ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പയർ കൊണ്ടാട്ടമാണ്. ഞാൻ വെണ്ടയ്ക്ക കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കൃഷി സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗിരീഷിൻ്റെയും നമ്മുടെ വിഷ്ണുവിൻ്റെയും സ്ഥലത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പയർ വിളവെടുപ്പിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചോദിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാണ്. എന്താ വെച്ചാൽ പയർ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ട് വലിക്കുക പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ വിഷ്ണു, നീ ഗിരീഷ് എന്തൊക്കെ ഇവിടെ പയർ കൃഷി ചെയ്തിട്ടുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ കുറ്റിപ്പയറാണ് ചെയ്തിരിക്കുന്നത്. നമ്മളതിന് സ്പെഷ്യാലിറ്റി പറഞ്ഞ കുറ്റിപ്പയർ നമ്മൾ പന്തലിൽ പടുത്തിരിക്കുകയാണ്. വിളവെടുപ്പ് ഏകദേശം പകുതിയോളം ആയി. ഓക്കെ, നമുക്ക് പയർ പറിക്കാൻ പോവാം. നമ്മള് കുറ്റിപ്പയർ പൊതുവെ ആരും പന്തലിൽ പടത്തില്ല. നമ്മളത് വലിക്കാൻ എളുപ്പത്തിനും കൂടുതൽ വിളവിനും വേണ്ടിയിട്ടാണ് പന്തലിൽ പടുത്തിയത്. ഏകദേശം നമ്മള് വിളവെടുപ്പ് പകുതി മുക്കാലും ആയി. വിളവെടുത്ത് കഴിഞ്ഞാണ് ഏകദേശം അവസാന ടൈം ആയത്. ഈ പയറും നീ എല്ലാവരുടെയും കൊണ്ട് കൊടുക്കാറുണ്ട്? പയറും വെണ്ടയും എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സകല സാധനവും നമ്മളെ വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. പയറിലൊക്കെ എന്തൊക്കെയാ രോഗങ്ങൾ വരുന്നത്? പയറിലാണ് കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരിക. കൂടുതലും വരുന്നത് ഈ ഉറുമ്പിന്റെ ശല്യമാണ്. ഉറുമ്പിന്റെ ശല്യം വരും. പിന്നെ ഒരു തരം കറുത്ത പ്രാണിയുണ്ട്. അതിന്റെയൊക്കെ ശല്യം നമ്മൾ എത്ര വെർട്ടിസിലിയമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. വെർട്ടിസിലിയം അടിച്ചപ്പോ ഏകദേശം പോയി. നമ്മൾ ഈ ചാഴിക്കേട് എന്ന് പറയും. അതൊരു സംഭവം വന്നപ്പോ ഏകദേശം പൂവാകുമ്പോഴാണ് വരിക. അത് ഏകദേശം വന്ന് ഈ ഇറുമ്പാണ് അതിനെ പരാഗണം ചെയ്യുക. ഇറുമ്പ് ഇതിലേക്ക് കയറിയെന്ന് വെച്ചാൽ ഇറുമ്പ് ഇതിൽ നിന്ന് എടുത്ത് അടുത്തയിൽ കൊണ്ടിടും. അത് ഇറുമ്പിന്റെ പരിപാടിയാണ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ട്. അത് വെർട്ടിസിലിയം അടിച്ചപ്പോ അത് ഏകദേശം ക്ലിയർ ആയി. പയർ നടുമ്പോ എന്തൊക്കെ വളം ചെയ്തതില്? മെയിനായിട്ട് നമ്മളിതിൽ വന്നിട്ട് മീൻ വെള്ളം തന്നെയാണ്. മീൻ വെള്ളമാണ് എനിക്ക് പ്രധാനം. മീൻ വെള്ളമാണ് മെയിനായിട്ട് നമുക്ക്. പിന്നെ ഇത് കാലിവളം. പയറ് സംഭവമൊക്കെ എല്ലാം നല്ലതാണ്. കുറ്റിപ്പയറാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ വലിക്കൻ്റെ പാട് അതൊരു പാട് തന്നെയാണ്. അത് നന്നായി പണിയെടുക്കണം കേട്ടാ. നമ്മൾ പയർ കുത്തിയിട്ടും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലേ കാര്യം നടക്കില്ല. ഇത് എന്ത് പയറാണ് ഇത്ര നീട്ടുള്ളത്? ഇത് വന്നിട്ട് മീറ്റർ പയറാണ്. മീറ്റർ പയർ എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, അത് 1 മീറ്ററൊക്കെ വരും. 1 മീറ്റർ നീളമൊക്കെ വരും ഈ പയർ. അപ്പോൾ ടേസ്റ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ടേസ്റ്റ് കൂടുതൽ കുറ്റിപ്പയറാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇത് വിളവ് കൂടുതൽ കിട്ടും. അങ്ങനെ പയറൊക്കെ വലിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങള് കൊണ്ട് കൊട്ടാൻ പോവുകയാണ്. നമ്മൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ട് കൊട്ടാം. നമ്മുടെ പയർ കംപ്ലീറ്റ് പറിച്ചു കഴിഞ്ഞതാ. എത്ര കിലോ ഉണ്ടാവും ഇപ്പോ? ഇതിപ്പോ ഏകദേശം ഒരു 5 കിലോ ഉണ്ടാവും. അതെ, നമുക്ക് ഈ പയറൊക്കെ ഒന്ന് കഴുകണല്ലോ നമുക്ക് കൊണ്ടാട്ടത്തിന്. അതിനെന്താണ് ഇപ്പൊ അടുത്ത കുളം ഉണ്ടല്ലോ, നമുക്ക് കുളമുണ്ടോ? ആദ്യം കഴുകാലോ. എന്നാ പിന്നെ വാരിട്ടോളൂ. കഴുകല് ശുദ്ധമായ വെള്ളമാണ്. അതല്ലേ. മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? ഇതിനെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ഇനി ഇതിനെയൊക്കെ നമുക്ക് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അതിനെന്താ പറയുക, ഇതിന്റെ ഇത്രയ്ക്ക് അരിഞ്ഞാൽ മതി കേട്ടാ. ഇതേപോലെ എല്ലാതും അരിഞ്ഞു കൂട്ടി. അപ്പൊ പിന്നെ ഞാനൊന്ന് അരിഞ്ഞു നോക്കിയാലോ. ഇവിടെ അരിഞ്ഞിട്ട് കാണാം. അപ്പൊ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിലൊന്ന് ആവി കയറ്റാം. അപ്പൊ അടുപ്പൊന്ന് കത്തിക്കാം. നമുക്ക് നല്ലോണം ഇതാ കത്തി വന്നിട്ടുണ്ട്. നമുക്ക് പയറൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ. പയറിൽ വെള്ളം ആകും. ഞാൻ ഫസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അളവിട്ട് കൊടുക്കുകയാണ്. ഒരു കൈ അളവിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ്. ഇനി മുളക് പൊടി കുറച്ചേ ഇടണുള്ളൂ. ഒരു 2 ടീസ്പൂൺ. ഇതാ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഒന്ന് ഇളക്കി കൊടുക്കണ്ട്.
ഒന്ന് മൂടി വെച്ച് കൊടുക്കണ്ടേ? ഓ അപ്പോൾ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇത് കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്കിത് ആവി കയറ്റാൻ പറ്റും. നോക്കിക്കോളൂ, ഇത് കണ്ടില്ലേ നല്ലോണം ആയിരിക്കണം. ആ അവിടെ കൊണ്ടുപോയി ഉണങ്ങാനിടാം. ഓ അപ്പം അങ്ങനെ നമ്മുടെ പയറൊക്കെ ഉണങ്ങാനിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് കാണാം. ഡൺ. അങ്ങനെ നമ്മുടെ പയർ കൊണ്ടാട്ടം ഇന്നലെ നമ്മൾ ഇട്ടു. ഇതാ ഇന്നേക്ക് ഇത്രയ്ക്കും വാടിയിരിക്കുകയാണ്. നല്ല പോലെ ഒന്ന് ഉണങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞു നമ്മുടെ പയർ കൊണ്ടാട്ടമൊക്കെ ഇട്ടിട്ട് 4-5 ദിവസം കഴിഞ്ഞ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നോക്കിക്കോളൂ, ഇതാ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കണം. ഇനി നമുക്കിത് കവറിലോ എന്തിൽ വേണമെങ്കിലും എടുത്ത് വെക്കാം. ഇത് വറുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പാടി പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പയറും കൊണ്ടാട്ടം പൊരിച്ചെടുക്കാം. നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഇത്തിരി ചൂടാവട്ടെ. അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പയറും കൊണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു പിടി ഇടുന്നുണ്ട്. എണ്ണ നന്നായി ചൂടാകരുത്. നമ്മൾ ഒന്ന് വേകാനും കൂടിയുള്ള ചൂട്ടിലിട്ട് കൊടുക്കാവൂ. ഇനി ഒരു പിടിയും കൂടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. അപ്പം അങ്ങനെ നമ്മുടെ പയറും കൊണ്ടായിട്ടൊക്കെ ഉണക്കി വറുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. നമുക്ക് കഴിക്കാം. ഇത്തിരി തൈരുണ്ട് വെച്ചാൽ നമുക്ക് ഇതും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ആവശ്യത്തിന് നമ്മുടെ ഇതുപോലെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നമ്മൾ കവറിൽ നല്ലപോലെ സൂക്ഷിക്കണേ. ഏകദേശം 1 കൊല്ലം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കുക. ഇത് ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുക. ബിസിനസ് വേണമെങ്കിൽ ചെയ്യുക. അടിപൊളിയായിരിക്കും. ഇപ്പോൾ വെയിലാണല്ലോ. അപ്പോൾ അതാ പയർ കൊണ്ടാട്ടം ഞാൻ പാക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ പോലെ കവർ നമുക്ക് കടയിൽ നിന്നൊക്കെ നിറയെ മേടിക്കാൻ കിട്ടുന്നത്. അത് നിങ്ങളുടെ സൈസിനൊക്കെ നമുക്ക് പറഞ്ഞാൽ അതുപോലെ അവർ തരും. ഇതാ ഞാനിങ്ങനെ പാക്ക് ചെയ്തു. ഇത് നമുക്ക് ഇതേപോലെ ഞാനൊരു മെഷീൻ ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്യണത്. മെഷീൻ ഇല്ലാത്തവർ മെഴുകുതിരിയിൽ വയ്ക്കാം. മെഴുകുതിരി വേണ്ട നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റിൽ നല്ല പോലെ കവറ്, അതായത് ഇതേപോലത്തെ കവറ്, വലിയ പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ട് നമുക്ക് കെട്ടി സൂക്ഷിക്കാനും പറ്റും. അത് എന്തെന്നെ ആയാലും അതിൽ കാറ്റ് കിടക്കും. പക്ഷെ ഇങ്ങനത്തേൽ കാറ്റ് കിടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്. ഇതാണ്ടല്ലേ, ഇപ്പോൾ വൃത്തിയായി നമ്മൾക്ക് ഇങ്ങനെ. ഇത് നമുക്കിനി 1 കൊല്ലം ഇങ്ങനെ തന്നെ 1 കൊല്ലവും നിങ്ങൾക്ക് പറയണ മാസങ്ങൾ വരയ്ക്കും ഇത് അനങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാനും ഇത് ഈസി ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്കായിക്കോട്ടെ, വലിയ വീട്ടുകൾക്കൊക്കെ ഓരോ വീട്ടുകൾക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ബിസിനസ്സുകാർക്കാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ, അതും ഇത് ഒറിജിനൽ നമ്മൾ പോയി സ്ഥലത്ത് വലിച്ച് ഉണക്കിയ സാധനമാണ്. ഇതേപോലെയൊക്കെ വലിച്ച് ഉണക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിനാണെങ്കിലും ഇങ്ങനെ കൊടുക്കാം. നല്ല ചെറിയ കവറിൽ കിട്ടും, വലുതിൽ കിട്ടും. 1 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പാക്ക് ചെയ്യുന്നതും കൂടി കാണിച്ചു തന്നു. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇതുപോലെയൊക്കെ ഞങ്ങൾ കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇതിനേക്കാളും ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വിടുന്നതായിരിക്കും. അതുവരയ്ക്കും ബായ്.